നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയും, പക്ഷേ അതൊരിക്കലും സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയാകരുത് നമ്മുടെ ഇഷ്ടം തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രണയത്തിന് വേണ്ടി അതിസാഹസികമായിട്ടുള്ള ഒരു അപകടം നിറഞ്ഞൊരു കാര്യമാണ് ഒരു പെൺകുട്ടി ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ദിയോറി ജില്ലയിൽ നടന്ന ഒരു ഹൈ വോൾട്ടേജ് നാടകത്തിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതിലൊരു യുവതി ഒരു മൊബൈൽ ടവറിൽ കയറി കാമുകന്റെ പേര് ഉറക്കെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. വിവാഹിതനായിരുന്നിട്ടും കാമുകനെ വിവാഹം കഴിക്കണമെന്ന് പെൺകുട്ടി നിർബന്ധിച്ചു. ബഹളം കണ്ട് സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ പതുക്കെ തടിച്ചുകൂടി. സംഭവം അറിഞ്ഞ ഉടനെ പെൺകുട്ടിയുടെ കുടുംബമെത്തി, പോലീസെത്തി. പോലീസിൻ്റെയും കുടുംബത്തിൻ്റെയും ഏറെ നിർബന്ധത്തിന് ശേഷമാണ് കാമുകി ആ മൊബൈൽ ടവറിന് മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. അതായത് അതിസാഹസികമായിട്ട് കാമുകൻ വേറെ വിവാഹിതനാണ്, പക്ഷെ എന്നിട്ടും തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിക്കുകയായിരുന്നു ഈ യുവതി ചെയ്യുന്നുണ്ടായിരുന്നത്. ഒടുവിലാണ് ഇത്തരത്തിൽ അതിസാഹസികമായിട്ട് മൊബൈൽ ടവറിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയത്. ഈ ഹൈ വോൾട്ടേജ് നാടകം ഏകദേശം 2 മണിക്കൂറോളമാണ് തുടർന്നത്. ഈ കേസിൽ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. യുവാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതായി ബാഗൌച്ച്ഘട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് പറഞ്ഞു. ഇരു കക്ഷികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കും. ദിയോറിയ ജില്ലയിലെ ബാഗൌച്ച്ഘട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ 3 വർഷമായി അതേ ഗ്രാമത്തിലായ ഒരു യുവാവുമായി പ്രണയത്തിലാവുകയായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ അതിനിടയിലാണ് യുവാവ് 1 വർഷം മുമ്പ് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹിതനായത്. പക്ഷേ പെൺകുട്ടി ഇപ്പോൾ വിവാഹിതയായിട്ടില്ല. വിവാഹിതയായ കാമുകനെ അവൾ അതിരറ്റ രീതിയിൽ സ്നേഹിക്കുന്നു. പ്രണയം മാത്രമല്ല, വിവാഹിതയായ കാമുകനെ വിവാഹം കഴിക്കാൻ യുവതി ദൃഢനിശ്ചയം ചെയ്തിരുന്നു. എന്നാൽ അവളുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചില്ല. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് വിവാഹത്തെ ചൊല്ലി യുവതി വീട്ടുകാരുമായി തർക്കത്തിലേർപ്പെട്ടു. ഇത് ദേഷ്യത്തോടെ വീട് വിട്ട് ഗ്രാമത്തിന് പുറത്തുള്ള ഒരു മൊബൈൽ ടവറിൽ കയറാൻ കാരണമായി. ടവറിൽ കയറിയ ശേഷം അവൾ കാമുകന്റെ പേര് വിളിച്ചു പറയാനും അവനെ വിളിക്കണമെന്ന് ആവശ്യപ്പെടാനും തുടങ്ങി. ഒരു ജനക്കൂട്ടം ഈ ശബ്ദം കേട്ട് തടിച്ചുകൂടി പരിസരത്ത് നോക്കിയപ്പോഴാണ് മൊബൈൽ ടവറിന്റെ മുകളിൽ നിന്നാണ് യുവതി ഈ ഒരു ഭീഷണി മുഴക്കിയത്. പിന്നീട് ആരോ ബാഗൌച്ച്ഘട്ട് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി പെൺകുട്ടിയെ താഴെ ഇറക്കാൻ പലതവണ ശ്രമിച്ചെങ്കിലും അവൾ വിസമ്മതിച്ചു. ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് അവൾ ഒടുവിൽ ടവറിൽ നിന്ന് ഇറങ്ങിയത്. തുടർന്നാണ് പോലീസ് പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പിന്നീട് ഇരു വിഭാഗത്തിലുള്ള ആളുകളെ വിളിച്ചു ചേർത്ത് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കുമോ എന്നുള്ളത് അറിയില്ല. കാരണം 2.5 മണിക്കൂറോളം നാട്ടുകാരെയും അതുപോലെ തന്നെ പോലീസിനെയും ഭീതിയിലാഴ്ത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് യുവതി ഈ ഒരു മൊബൈൽ ടവറിന് മുകളിൽ കയറി നിന്നത്. ഇതിനിടയിൽ എന്തെങ്കിലും അബദ്ധം കാണിച്ച് താഴേക്ക് ചാടുമോ എന്നുള്ള ഭയം വീട്ടുകാർക്കും അതുപോലെ തന്നെ പോലീസിനും അവിടെ കൂടിയ സമീപവാസികൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും ചെയ്തില്ല. ഒരു ഭീഷണി മുഴക്കലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അതിസാഹസത്തിന് യുവതി പുറപ്പെട്ടത്. ഇത്തരത്തിൽ പ്രണയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രണയം നിർബന്ധിച്ച് ഒരാളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നതിനായിട്ട് പലതരത്തിലുള്ള സാഹസ പ്രകടനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ എത്രത്തോളമാണ് തൻ്റെ പങ്കാളിയോടുള്ള സ്നേഹമെന്ന് തെളിയിക്കുവാനായിട്ട് എന്ത് ജീവൻ പോയാലും കുഴപ്പമില്ല, എന്ത് സാഹസത്തിന് വേണ്ടി മുതിരാനും ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു. ഇതൊക്കെ തന്നെ സ്വന്തം ജീവൻ തന്നെയാണ് അപകടത്തിലാക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. കാരണം ഒരിക്കലും ഒരാളോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ ഒന്നും തന്നെ ചോദിച്ചു വാങ്ങാൻ സാധിക്കുന്നതല്ല. മാത്രമല്ല, ഇത്തരത്തിൽ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി ആകരുത് ഒരിടത്തും നമ്മുടെ സ്നേഹമോ അല്ലെങ്കിൽ അവരോട് തോന്നുന്ന പ്രണയമോ തെളിയിക്കേണ്ടത്.